അർച്ചന എവിടെയുണ്ടെന്നെങ്കിലും അയാൾക്ക് പറയേണ്ടി വരും. അർച്ചനയ്ക്ക് പകരം രേവതിയെ കടത്തിക്കൊണ്ടുപോകണമെന്ന് സജി. രേവതിയെ കൊണ്ടുപോകാൻ ചേട്ടന് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഒരു വീട്ടിൽ സെർവന്റായി കാണേണ്ടവളല്ല നീ. അർച്ചനയുടെ പെരുമാറ്റം ജയന്തിക്ക് ഇഷ്ടമാകുന്നു. അർച്ചനയുടെ കുഞ്ഞിനെ ഞാൻ തിരിച്ചു പിടിക്കും. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അർച്ചനയെ താൻ കണ്ടെത്തുമെന്ന് വിശ്വനാഥൻ നിരഞ്ജനയോട് പറയുന്നു. നിനക്കൊരു ഭീഷണിയായി അവിടെ ഞാൻ വച്ചേക്കില്ല. രാത്രി മഴ തുടരുന്നു. വിശ്വനാഥൻ സാറിന്റെ മട്ടും ഭാവം കണ്ടപ്പോ തന്നെ വരവത്ര സുഖമല്ലെന്ന് എനിക്ക് തോന്നിയതാ. പിന്നെ മോളുടെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു. സ്വന്തം മകളുടെ കാര്യം വന്നപ്പോഴും ഒരു മാറ്റവും വന്നില്ല. പിന്നെ ആന്റി മനസ്സിലാക്കിയ ഒരു കാര്യം കൂടി പറയാം. നിന്റെ കുഞ്ഞിനെ രണ്ടു കൂട്ടർക്കും ഒരു താല്പര്യവും. മോൾക്ക് വേദന ഉണ്ടാവാൻ പറഞ്ഞതല്ല. സ്വന്തം മകന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും വിശ്വനാഥൻ സാറ് മനസ്സ് കാണിച്ചില്ല. കാറിനടുത്ത് വെച്ച് മോനെ കണ്ടോന്ന് ഞാൻ ചോദിച്ചതാ. അപ്പോ മുഖം ഒന്ന് വെട്ടിച്ചളഞ്ഞു. പോകാൻ നേരം കുഞ്ഞുണർന്ന് കരഞ്ഞിട്ടും ജയന്തി കേട്ട ഭാവം നടിച്ചില്ല. പകരം ആലീസിനോട് എന്തൊക്കെയോ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. നിന്നെയും 2 മാസം പോലും തികയാത്ത കുഞ്ഞിനെയും ഇതുപോലൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് സുധിക്ക് നാടുവിടേണ്ട എന്ത് കാര്യം മോളെ ഉണ്ടായിരുന്നേ? ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണോ സിംഗപ്പൂർ വിസിറ്റ് ചെയ്യാൻ പോണ്ടത്? ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോ ആന്റിക്ക് പേടിയാ മോളെ തോന്നുന്നത്. ആന്റി എന്താ പറഞ്ഞു വരുന്നത്? സുധി എന്നെയും കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയെന്നാണോ? എന്ന് ഞാൻ എങ്ങനെ മോളോട് പറയും? പക്ഷെ ഒന്നും ഞാൻ പറയാം. മോള് കരുതുന്ന പോലത്തെ പരിഗണനയും സ്നേഹമൊന്നും സുധിക്ക് നിന്നോടില്ല. സുധിയുടെ യാത്രയെപ്പറ്റി ഒന്നും അറിയാതെയാണ് ആന്റി സംസാരിക്കുന്നത്. എന്ത് യാത്ര? അതിന് ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. മാനസിക സംഘർഷത്തിലാണ് സുധി. അതവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. മോൾ ഒറ്റപ്പെട്ടു പോവുന്ന എന്റെ പേടി. ഞാൻ നിന്നിൽ കാണുന്ന എന്റെ വിധിയാ. ഞാൻ ഒറ്റപ്പെടില്ല. ഞാനെങ്ങനെ ഒറ്റപ്പെടാനാ? എന്റെ മോന്റെ കാര്യം ആന്റി മറന്നോ? ഇനിയിപ്പോ സുധി എന്നെ വിട്ടകന്നാലും എനിക്കെന്റെ മോനുണ്ട്. എന്നിൽ നിന്ന് അവനെ കൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല. ഇനി കാത്തിരിക്കാൻ വയ്യടി. നിന്നെ ഞാനങ്ങ് കൊണ്ടുപോവാ. പിടിച്ചു കേട്ടോ. നിക്കവിടെ പിടിക്കേട്ടാ അവളെ. നിക്കാൻ നിക്കടി. ചേട്ടാ എന്നെ ഒന്ന് രക്ഷിക്കണേ. വാടാ നോക്കാം. ചേട്ടാ ഇനി ഇവിടെ നിന്ന പ്രശ്നമോ? വാ പോവാം. വാ വാ വാ. നിക്കടാ അവിടെ. അവിടെ നിക്കാൻ. നിക്കടാ അവിടെ. അവിടെ നല്ല കോച്ചിങ്ങാ. ഹിമ മാഡത്തിന്റെ റെക്കമെൻഡേഷൻ കൊണ്ട് അഡ്മിഷൻ കിട്ടിയത്. പക്ഷേ നീ ഈ പറഞ്ഞ ഫീസിന് നമ്മൾ എന്ത് ചെയ്യും മോളെ? അച്ചുവെച്ച് നിർബന്ധിച്ചെന്നെ പറഞ്ഞു വിട്ടതല്ലേ, ഞാനത് അനുസരിച്ചെന്ന് മാത്രം. അവളെ പണമൊക്കെ ചെലവാക്കിയിട്ട് പ്രയോജനം ഉണ്ടായാൽ മതിയായിരുന്നു. അതെന്റെ കടമയല്ലേ. MBBS തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും എനിക്കില്ല. ജോലി സാധ്യതയുള്ള വേറെയും കോഴ്സുകൾ ഉണ്ടല്ലോ. എന്താ എന്താ മോളെ? എന്തു പറ്റി? കാര്യം എന്താന്ന് വെച്ചാ പറ. നിനക്ക് എന്താ പറ്റിയത്? എന്താടി? അച്ചവിളെ സജിയും കൂടി എന്നെ കാറ് പിടിച്ച് കേറ്റാൻ നോക്കിയമ്മ. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെ ഈ കേൾക്കുന്ന? അവരുടെ കയ്യിൽ നിന്ന് ഞാൻ കഷ്ടിച്ച രക്ഷപ്പെട്ടത്. നീ ആ ഫോണിങ്ങിതാ. അച്ഛൻ തെന്മലേ തന്നെ ഉണ്ട്. അവനെ ഇനി വെറുതെ വിട്ടൂടാ. ഇത് കൂടുതലാണല്ലോ. ആശാന്റെ ശമ്പളം മുഴുവനും ഉണ്ട്. നീ അല്ലടാ ഒരാഴ്ച വണ്ടി ഓടിയത്, അതിനുള്ളത് നീ എടുത്തോ. അത് വേണ്ട ആശാനെ,
എനിക്കെന്ത് ചെലവാ ഉള്ളത്? ഇത് ആശാൻ തന്നെ വെച്ചോ. ആ വീട്ടിൽ നിന്നാണല്ലോ. എന്താടി മോളെ? അച്ഛാ, രേവതി ചേച്ചി ആ ചെവിളെ സജിയും കൂടെ വണ്ടി പിടിച്ചോണ്ട് വന്ന് നോക്കി. എന്നിട്ട് അവൻ അവളെ ഉപദ്രവിച്ചോടി. ചേച്ചി ഒരു വിധത്തില രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. ആ മോൾ വെച്ചോ, ഞാൻ ഉടനെ എത്താം. ശരി അച്ഛാ. എന്താ ആശാനെ? ഡാ ചെവളെ എന്റെ കൊച്ചിനെ പിടിച്ചോണ്ട് പോകാൻ നോക്കിടാ. വിടരുതവനെ. ഇന്നത്തോടെ അവന്റെ പണി തീർക്കണം. വാ ആശാനെ. ഞാനൊന്ന് പതറിപ്പോയെങ്കിൽ അയാളെന്നെ കൊണ്ടുപോയനെ. വണ്ടി പിടിച്ചേറ്റാൻ നോക്കിയപ്പോ ഞാൻ പിടിച്ചു തള്ളിയിട്ട് ഓടിയത്. അവന്മാരെ വെറുതെ വിടാൻ പാടില്ല. പെണ്ണുങ്ങളോട് എന്തും ചെയ്യാന്ന് വിചാരം അവന്മാർക്കൊക്കെ. അച്ഛൻ വരട്ടെ, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവന്റെയും സജിയുടെയും പേരിൽ പരാതി കൊടുക്കണം. നമ്മളത് ചെയ്തില്ലെങ്കിൽ വീണ്ടും അവൻ വരും. നീ വാ. ചേട്ടൻ സ്ഥലം വിട്ടാ ഞാനെന്ത് ചെയ്യും? വണ്ടിയിൽ ഞാൻ ഇരുന്നത് ചിലരൊക്കെ കണ്ടതാ. അത് മാത്രമല്ല, ചേട്ടൻ ഇവിടെ താമസ സൗകര്യം ഒരുക്കി തന്നത് ഞാനാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നുവെച്ച് ഞാൻ ഇനി ഇവിടെ എങ്ങനെ നിൽക്കും? ആളുകളൊക്കെ എനിക്ക് നേരെ തിരിയില്ലേ? പോലീസ് കേസും ഉണ്ടാവും. ഒരു പ്ലാനിങ് ഇല്ലാതെ പോയതാ പദ്ധതി ചീറ്റിപ്പോവാൻ കാരണം. എല്ലാം തനിച്ച് ചെയ്യാമെന്ന് ചേട്ടൻ കരുതിയതാ കുഴപ്പമായത്. നീ എന്നെ ചോദ്യം ചെയ്യണോ? അവളെ ഒലത്തിക്കളയെന്ന് പറഞ്ഞ് കുറെ കാലം പുറകെ നടന്നല്ലേ നീ? എന്നിട്ട് അവളുടെ മുന്നിൽ ചെല്ലാൻ നിനക്ക് കഴിഞ്ഞോ? ഡേയ്, അണ്ണ യാരെന്ന് എനിക്ക് தெரியாது. എടാ നീയല്ലടാ സ്ഥലം നിശ്ചയിച്ചത്. ആ സമയത്ത് ആളുകൾ വരുമെന്ന് ഞാൻ കരുതിയോ? ഇനി അടുത്ത കാലത്തൊന്നും ഒന്നും നടക്കില്ല. ചേട്ടൻ ഈ നാട്ടിലോട്ട് വരാനും പറ്റില്ല. എനിക്ക് ഒരുത്തനെയും പേടിയില്ല. വരേണ്ടി വന്നാൽ ഞാൻ വരും. അണ്ണേ, ரொம்ப നേരം ആയച്ച്. ശീക്രം എങ്ക ഇരുന്ന് തപ്പിക്കണം. വിവരങ്ങളൊക്കെ നീ എന്നെ വിളിച്ചറിയിക്കുക. വിഷമിക്കണടാ, നീ അർച്ചന എനിക്ക് കാണിച്ചതാ. പകരം നിനക്ക് ഞാൻ ആ പെണ്ണിനെ തരും. എന്റെ പേര് കേസ് വരുമെന്നാ പേടി. ചേട്ടന്റെ കൂടെ സ്ഥലം വിടാന്നാ ഞാൻ കരുതിയത്. നിന്നെ ഞാൻ കൊണ്ടുപോകാടാ. കൈ നിറയെ കാശ് വരുന്ന പണിയും വാങ്ങിച്ചു തരാം. അതിനു മുമ്പ് അർച്ചന എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് നീ എന്നെ അറിയിക്കേ. എന്നാ പോടാ. അങ്ങനെ അങ്ങ് പോയാലോ രാഘവ? എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൈവച്ചിട്ട് നിനക്ക് സ്ഥലം വിടണം മലയാളം. ഞാനത് പലവട്ടം നിന്നോട് പറഞ്ഞതല്ലടാ. അർച്ചനെ കിട്ടിയില്ലേ നിന്റെ 2 മക്കളെ ഞാൻ കൊണ്ടുപോകുന്നു. അതിനു മുമ്പ് നിന്റെ ജീവൻ ഞാൻ അങ്ങെടുക്കും. നിനക്കുള്ള ഞാൻ തരണം. തല്ലി കൊല്ലടാ ശിവാ. ആശാനെ, ആശാനെ, വിടറാവനെ. ആശാനെ, ആശാനെ, ആശാനെ അടിക്കരുത്. ആശാനെ അടിക്കരുത്. അടിക്കരുത്. ആശാനെ, 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 ആശാനെ. ചേട്ടാ, എടാ രായപ്പൻ ചത്ര, നീ വണ്ടി കയറേ. വണ്ടിയുടെ എന്താ ചേട്ടാ? എടാ ആ രായപ്പൻ തട്ടിപ്പോയെന്ന് ഉറപ്പാ.
ഛേ, അയാളുടെ മരണം എൻ്റെ കൈകൊണ്ടായി. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ദേ, നമ്മൾ തൽക്കാലം പിരിയ. അയ്യോ ചേട്ടാ, ചേട്ടൻ പോയാൽ ഞാനെന്ത് ചെയ്യും? പോലീസ് എന്നെ പിടിക്കില്ലേ? എടാ, ഞാനിവിടെ നിന്ന് എന്നെ പിടിക്കില്ലടാ. ഇതുവരെ ഞാൻ ചെയ്ത കൊലയ്ക്കൊന്നിനും തെളിവില്ല. പക്ഷേ അതുപോലെയല്ല രായപ്പൻ്റെ കൊല. ചേട്ടാ, എന്നെയും കൂടെ കൊണ്ടുപോയി ചേട്ടാ. എടാ, ഞാനെങ്ങനെ നിന്നെ കൊണ്ടുപോകുന്നത്? അതിന് നീ എൻ്റെ ആരാ? വണ്ടി ഇവിടെ നിർത്തിയത് നിന്നെ ഇറക്കി വിടാനാ. ചേട്ടാ, എടാ, എനിക്കിത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. നിന്റെ റിസ്ക് ഏറ്റെടുക്കാൻ എനിക്ക് കഴിയില്ല. ഞാനിപ്പോൾ പോകുന്നത് കോയമ്പത്തൂരിനുമല്ല. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നിന്നെ കൂടെ കൊണ്ടുനടക്കാൻ എനിക്ക് പറ്റുമോ? ചേട്ടൻ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ജയിലിലായി പോകും ചേട്ടാ. എടാ, ബുദ്ധി വേണോടാ. നീ ജയിലിലേക്കല്ല പോകേണ്ടത്, ഒളിവില. പോലീസിന് പിടികൊടുത്താ ഞാൻ പറയണ്ടല്ലോ, നീ അഴിയണം. പോലീസ് പിടിക്കാൻ ഇടവന്ന നീ എൻ്റെ പേര് പറയരുത്. എന്തായാലും ശിക്ഷ നിനക്ക് ഉറപ്പാ. ഞാൻ കൂടി അനുഭവിക്കണമെന്ന മോഹം മനസ്സിൽ വന്നാൽ മോനെ, എന്നെ ഒരുത്തിനും ഒന്നും ചെയ്യില്ല. ചെവളയ്ക്ക് ഊരും പേരുമില്ല. എൻ്റെ ശരിക്കുള്ള പേരെ ചെവള രാഘവനൊന്നും അല്ല. നീ ഏറ്റോണം കുറ്റം. അശോകൻ പറയുന്ന ഒന്നും സമ്മതിച്ചു കൊടുക്കരുത്. പിന്നെ ഒരിക്കൽ കൂടി നിന്റെ വീട്ടിലേക്ക് ഞാൻ വരാൻ ഇടവരുത്തരുത്. നിന്റെ അമ്മ മാത്രമേ അവിടെ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായല്ലോ? ചെവളയ്ക്ക് പണി തന്നിട്ടുള്ളവർക്ക് അതേ നാണയത്തിൽ പണി തിരിച്ചു കൊടുത്തിട്ടുള്ള ചരിത്രമേ എനിക്കുള്ളൂ. ചേട്ടാ, ഞാനെന്നെ എന്ത് ചെയ്യും ചേട്ടാ? ഓടാ, പോയി രക്ഷപ്പെടാ. വണ്ടിയെട്. മോളെ ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. അയാളോട് വഴക്കിന് പോയോന്നാ എന്റെ പേടി. അയാളെ സ്ഥലം വിട്ടു കാണും. അച്ഛൻ തെരഞ്ഞു നടക്കുന്നുണ്ടാവും. ഇരുന്നിട്ട് ഇരിപ്പ് കുറയ്ക്കുന്നില്ല. വന്നു വന്നു. ശ്യാമളെ, അത് പിന്നെ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ടെൻഷനൊന്നും ആകരുത്. രായപ്പന് അയ്യോ, അങ്ങേർക്ക് എന്താ പറ്റിയേ? ഒന്നും പറ്റിയിട്ടില്ല. രായപ്പനൊന്നും പറ്റിയിട്ടില്ല. ചെവളയായിട്ട് ചെറിയൊരു കശവിശ ഉണ്ടായി. എന്താന്ന് വെച്ചാ ആശാൻ പറ. രായപ്പന്റെ കാലിൽ ചെറിയൊരു പരിക്ക് പറ്റി. അയ്യോ, അപ്പൊ തന്നെ അശോകൻ ആശുപത്രി കൊണ്ടുപോയി. അച്ഛൻ എന്താ പറ്റിയത്? അതിന് മാത്രം ഒന്നുമില്ല മോളെ. നിങ്ങളെയും കൂട്ടി ആശുപത്രിക്ക് ചെല്ലാൻ അശോകൻ വിളിച്ചു പറഞ്ഞു. വാമേ, നമുക്ക് പോവാം. ആശാനെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സത്യം പറ. അശോകൻ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. വണ്ടി കിടപ്പുണ്ട്. നിങ്ങളൊന്ന് വേഗം വന്നേ. വരാൻ. മോളെ, സിസ്റ്റർ, അങ്ങേർക്ക് എന്ത് പറ്റി? എവിടെയാ കിടക്കുന്നേ? എനിക്കൊന്ന് കാണണം. ആരെങ്കിലും ഒന്ന് കാണിച്ചതാ. ആശാൻ ഇപ്പൊ കാണാനൊന്നും പറ്റില്ല. ശ്യാമള ചേച്ചി മക്കളെ കൊണ്ട് അവിടെ ഇരിക്കും. എനിക്കൊന്ന് കാണണം. ആരോടെങ്കിലും ഒന്നും പറ അശോക. മോളെ, അമ്മ അവിടെ കൊണ്ടിരുത്ത്. അച്ഛന്റെ അവസ്ഥ എന്താന്ന് അശോക ചേട്ടൻ ഞങ്ങളോടൊന്ന് പറ. ഉടനെ ഒരു ഓപ്പറേഷൻ വേണ്ടിയിരുന്നു ഡോക്ടർ പറഞ്ഞു. കരഞ്ഞ് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. ആശാൻ ഒരു ആപത്തും വരില്ല. നമ്മളിപ്പോ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങേർക്ക് എന്തെങ്കിലും പറ്റിയ പിള്ളേർക്ക് കാര്യമില്ലാതാകും. കുറച്ച് ധൈര്യം കാണിക്കേ. കരയില്ലേ അമ്മ? അച്ഛനൊന്നും പറ്റില്ല. അമ്മ ഇവിടെ ഇരിക്കമ്മേ.
അശോക നീ വന്നേ. അമ്മ അമ്മ കരയാതെ. എന്താ അശോക രായപ്പന്റെ ശരിക്കുള്ള അവസ്ഥ? എനിക്കൊരു പ്രതീക്ഷയില്ല. തലയ്ക്ക് നല്ല പരിക്കുണ്ട്. ഒന്നുകൂടി സ്കാൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ഉണ്ടാവും. ആയുസിന്റെ ബലം കൊണ്ടേ ആശ രക്ഷപ്പെടും. പോലീസിൽ അറിയിച്ചോ? ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ആ ചെവള കടന്നു കളഞ്ഞു. ചെവള രായപ്പൻ ഇങ്ങനൊരു പണി കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. രണ്ടിലൊരാൾ തീരേണ്ടതാ. അതിങ്ങനെയായി. രേവതി 3 തവണ വിളിച്ചേക്കുന്നല്ലോ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. അച്ചുവച്ചിയാ. ഹലോ. ആ മോളെ. അച്ചുവച്ചി. എന്താ മോളെ? ഹലോ ഹലോ രേവതി. അച്ഛൻ ഹോസ്പിറ്റലില്. ചുറ്റുപ്പൻ എന്തു പറ്റി? ചെവള രാഘവൻ അച്ഛനെ. എന്താ ഉണ്ടായതെന്ന് പറ. ചിറ്റപ്പൻ ഇപ്പോഴത്തെ നില എങ്ങനെയാ? ഇന്നലെ രാത്രി തന്നെ തലയിൽ ഒരു സർജറി കഴിഞ്ഞു. അച്ഛൻ ഇതുവരെയും ബോധം വീണിട്ടില്ല. എല്ലാരും പറയുന്നത് അച്ഛൻ. മോളെ നീ കരയല്ലേ. ചിറ്റപ്പനൊന്നും സംഭവിക്കില്ല. നിങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലുണ്ടോ? ആ ഉണ്ട്. നീ കുറച്ച് ധൈര്യം കാണിക്കേ. നീ ഇങ്ങനെ കരഞ്ഞ കുഞ്ഞമ്മ അമ്പിളിയും തളർന്നു പോവും. ഞാനിപ്പൊ തന്നെ ഇവിടുന്ന് തിരിക്കും. വൈകിട്ട് ഞാൻ അവിടെ എത്തും. അച്ചേച്ചി വരുമോ? അതെന്ത് ചോദ്യം മോളെ? ചിറ്റപ്പൻ ഐസിയു കിടക്കുമ്പോ എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ? നീ ഫോൺ വെക്കേ. വരുന്ന വഴിക്ക് ഞാൻ നിന്നെ വിളിക്കാം. അച്ചുവച്ചി എന്ത് പറഞ്ഞു? അവിടെ നിന്ന് ഉടനെ തിരിക്കാമെന്നാ പറഞ്ഞത്. പിന്നെ വലിയൊരു തുക ബില്ലടക്കേണ്ടി വരുമെന്നാ അശോകൻ ചേട്ടൻ പറഞ്ഞത്. ബില്ലടയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും മോളെ? അറിയില്ലമ്മേ. ആഹാ, ഇന്നലെ നല്ല തണുപ്പായിരുന്നു. മഞ്ഞ് മാറിയിട്ടില്ല ഇതുവരെ. ഞാനിന്ന് മോർണിംഗ് വാക്ക് തുടങ്ങിയാലോ എന്ന് ആലോചിച്ചതാ. അവിടെ വെച്ച് ഞാനും മോള് നടക്കാൻ പോകുന്നതാ. ആന്റി കൂട്ടി നാഗേഷിനെയും വിളിക്കാം. ആ എങ്കിൽ നാളെ മുതൽ തുടങ്ങാം. ഓ ആയിക്കോട്ടെ. എന്താ അലിസേ? അനിയത്തി വിളിച്ചിരുന്നു. അപ്പച്ചനെ രാത്രി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്ന്. എന്താ പെട്ടെന്ന്? നെഞ്ചുവേദനയും ശ്വാസതടസ്സവും ഉണ്ടായിന്ന്. എങ്കിൽ തണുപ്പ് കൂടിയപ്പോ കടുത്തതാവും. ECGയിൽ വേരിയേഷൻ ഉണ്ട്. അപ്പച്ചനിപ്പോ ഐസിയുല. കുറച്ച് സീരിയസാ മാഡം. എനിക്ക് ഉടനെ പോണം. ബന്ധുക്കൾ ആരും എത്തിയിട്ടില്ല. അനിയത്തിയും 1-2 നാട്ടുകാരും മാത്രമേ ഹോസ്പിറ്റലിലുള്ളൂ. ആലിസ് എന്ന വേഗം ഇറങ്ങിക്കോ. അപ്പച്ചന് സുഖപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കാം. അവള് പോയാ കാര്യങ്ങളൊക്കെ കുഴയല്ലോ മോളെ. അവളുടെ അപ്പച്ചൻ ICU കിടക്കുമ്പോ പോകരുതെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അയാൾക്കൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ചായ. നിരഞ്ജന വഴങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? അവള് ചിന്തിക്കട്ടെ. അതിനുള്ള സമയമല്ലേ നമ്മൾ കൊടുത്തത്. കുഞ്ഞിനെ അവള് ഫൈസിയെ തിരിച്ചേൽപ്പിക്കുമെന്ന് എന്തായാലും വിശ്വട്ടം കരുതണ്ട. ഇത്രയും ദിവസം സ്വന്തം കുഞ്ഞിനെ പോലെ അവൾ അവനെ നോക്കിയത്. കുറച്ചു ദിവസമേ ഞാനും കണ്ടിട്ടുള്ളൂവെങ്കിലും എന്റെ മനസ്സിലും അതിന്റെ മുഖം പതിഞ്ഞുപോയി.
സുധിക്കൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞിട്ടും ആ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാ. അതിനെ വേണ്ടാന്ന് വെക്കാൻ നിരഞ്ജനയ്ക്കെന്നല്ല ഒരു സ്ത്രീക്കും കഴിയില്ല. അവളൊരു അമ്മയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത്തരം സെന്റിമെന്റ്സ് ഒന്നും അവളെ ബാധിക്കില്ല. എന്തായാലും ആ കുഞ്ഞിനെ ഒഴിവാക്കി നിർത്താനാവില്ല. അവരുടെ മൂത്ത കുട്ടിയെന്ന് തന്നെ എല്ലാരും അറിയട്ടെ.